ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1529 ദിവസമായ ഇന്ന് 2025 ജൂലൈ മാസം 22 ചൊവ്വാഴ്ച, 1200 ആണ്ട് കർക്കിടക മാസം 6 ഗുരുവചനങ്ങളിലൂടെ തപശ്ചര്യയിൽ ഏറ്റവും ശ്രേഷ്ഠവും പ്രാധാന്യമുള്ളതും ഇന്ദ്രിയ നിഗ്രഹത്തിനാണ്. അതിനാൽ ബുദ്ധിയുള്ളവൻ യഥാകാലം ഇന്ദ്രിയങ്ങളെ വേണ്ടവണ്ണം നിയന്ത്രിച്ച് നിലയ്ക്ക് നിർത്തണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 11ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. വെറും ശൂന്യതയിൽ നിന്നും വികാസം പ്രാപിച്ചുകൊണ്ട് ആ കേന്ദ്രം തെളിതളെ മിന്നിത്തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അത് മങ്ങിയാണോ തെളിഞ്ഞാണോ മിന്നുന്നതെന്ന് തീരുമാനിക്കുന്നത് സ്വേച്ഛയാ തന്നെയാണ്. അനിയതവും അനിശ്ചിതവുമായ ഈ ഇച്ഛ അനുവർത്തിക്കുന്ന നിയമം അതിൻ്റേത് മാത്രമായ ഒന്നാണ്. എല്ലാ യാദൃശ്ചികതകൾക്കും ഇടം നൽകത്തക്കവണ്ണം ആ നിയമത്തിനൊരു രൂപം നൽകുക ഒരിക്കലും സാധ്യമല്ല. ഇങ്ങനെയുള്ള ഈ വചസ്സിൻ്റെ വഴി തേടുന്നതിനിടയിൽ വളരെ വിദ്വാൻമാരുടെ തല നരച്ചു പോകാറുമുണ്ട്. സത്യാന്വേഷികളുടെ കണ്ണ് മങ്ങിപ്പോകാറുണ്ട്. അപ്പോഴും ഈ ജ്ഞാനവചസ് നിത്യനൂതനയോടുകൂടി തെളിഞ്ഞു മിന്നിക്കൊണ്ടിരിക്കും. അതിൽ നിന്നും പ്രസരിക്കുന്ന ക്വാണ്ടം സ്പന്ദം അനന്തമായി തുടർന്നുകൊണ്ടിരിക്കും. ഈ സ്പന്ദനം നിമിഷാംശത്തിൽ സംഭവിക്കുന്നതായോ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ കൊണ്ടുളവാക്കാവുന്നതായോ കണക്കുകൂട്ടാം. അതുവരെ അജ്ഞാതമായിരുന്ന പുതിയ താരാപഥങ്ങൾ അതിനിടയിൽ ദൃഷ്ടിയിൽപ്പെട്ടെന്നും വരാം. നമ്മുടെ നാവിനെ അനക്കാതാക്കി കളയുന്ന അത്ഭുതാതിരേകത്തെ ഈ കണ്ടെത്തൽ ഒരു പടി കൂടി ഉയർത്തിയെന്നും വരാം. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.